ഗുഡ് മോർണിംഗ്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. സമയം 5 മണിയായിട്ടേ ഉള്ളൂ. നല്ല വിശപ്പ്. അപ്പം അരുണ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നല്ല ചൂട് പഴംപൊരി, ഇവിടെ കൊയിലാണ്ടി 4 മണിക്ക് തുറക്കുന്ന ഷോപ്പുണ്ട്, അവിടെ നല്ല ചൂട് പഴംപൊരി വാങ്ങിക്കൊണ്ട് തന്നു. കട്ടൻ ചായയും പഴംപൊരിയും. വിശപ്പിൻ്റെ അസുഖം കൂടുതലാണ്. ഉറക്കം തെളിഞ്ഞിട്ടോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ വിശപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഉറക്കാണോ വിശപ്പാണോ വലുതെന്ന് ചോദിച്ചാൽ വിശപ്പ് തോന്നുന്നു. ശരിക്കും പറയാച്ചാൽ കണ്ണ് വലിച്ചു തുറന്നതാണ്. വിശപ്പും രാത്രി ചകൾ കൂടുന്ന വിശപ്പെന്നും. അപ്പം മോള് ചോദിച്ച ഐസ്ക്രീം വേണമെന്ന്, മോൻ ചോദിച്ച് ചായ വേണം. ഐസ്ക്രീമൊക്കെ ഷോക്കാണ്. ചായ വേണമെന്ന് ചോദിച്ചു. ഇന്നലെ 12 കുത്തിൻ്റെ മിച്ചറും ചായ നിന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല. നല്ല ചെമ്മീൻ ഫ്രൈയും ചിക്കൻ കൊണ്ടാട്ടവും കൂട്ടിയിട്ട് 2 പ്ലേറ്റ് ചോറ് തിന്നിട്ടായിരുന്നു. എൻ്റെ ഡോക്ടർ, മൈഗ്രൈൻ്റെ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞു, രാത്രിയൊക്കെ കരഞ്ഞു തുടങ്ങി പറഞ്ഞിട്ടുണ്ട് ഗുളിക കുടിച്ചാൽ വിശപ്പുണ്ടാവുന്നു. ഇങ്ങനത്തെ ഒരു വിശപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ലടേ. അപ്പോൾ ശരിക്കും ടെറസിൻ്റെ മുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് അവിടെ നല്ല കൊലായിൽ കുത്തിരുന്ന ചായ കുടിക്കണം. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്ന നല്ല സംഭവം കണ്ടിട്ട് സൂപ്പറാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ പുലർച്ചെ ചായ കുടിക്കുന്നത്. കണ്ണൊന്നും നോക്കണ്ട, തുറക്കാൻ പറ്റുന്നില്ല, ഉറക്കം ഉണ്ടായിട്ട്. ചായ കുടിച്ചിട്ട് ഒരു ഉറക്കമിറങ്ങിയ 2 മണിക്ക് എഴുന്നേൽക്കുക. ഒന്നും നോക്കണ്ട. അപ്പോൾ 1 കാലിയാക്കി 5 കഴിച്ചേക്കാം. കുറേ കാലത്തേക്ക് പഴംപൊരിപ്പില്ലായിരുന്നു. അപ്പം ഞാൻ ചായയും പഴംപൊരിയും ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ടൊന്ന് ഉറങ്ങണം. കണ്ണ് തുറക്കാൻ പറ്റാത്തതാണ്. ഉറക്കണ്ണിൽ വന്ന് കഴിക്കാന്നറിയില്ലേ, അതാണ്. ഓക്കെ, ടാറ്റാ.